എടാ നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി നിങ്ങളല്ല, വേറൊരു തൊരപ്പുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണോ. ആർക്കെങ്കിലും ഒക്കെ കടം കൊടുത്ത് പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? നമുക്ക് എങ്ങനെ അത് തിരിച്ചെടുക്കാം? വഴികളുണ്ട് നിയമപ്രകാരം. പ്രധാനമായിട്ട് 2 തരം വഴികളാണ്. ഒന്ന് സിവിൽ, അതായത് നമുക്കൊരു സിവിൽ കേസ് കൊടുക്കാം. ഈ സിവിൽ കേസ് പ്രകാരമാകുമ്പോൾ നമുക്ക് അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്ത് കോടതി മുഖാന്തരം ഈ കൊടുത്ത കാശ് തിരിച്ചെടുക്കാം. ഇനി അല്ലാത്തത് എന്താണ്? അതാണ് ക്രിമിനൽ കേസ്. ക്രിമിനൽ കേസ് നമുക്ക് ഇവർക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുത്തതിന് ശേഷം ഇവരെ ഒരു ക്രിമിനൽ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഇവരെ നടപടിയെടുത്ത് ഇവരെ ജയിലിലാക്കാനുള്ള വകുപ്പുകളാണ് നിയമപ്രകാരം ഉള്ളത്. എന്നാൽ പലപ്പോഴും ആൾക്കാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഈ കടം നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവർക്ക് ഒരിക്കലും അവരുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഇല്ല, അതായത് ഒരു വീടോ ഭൂമിയോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് തിരിച്ചെടുക്കും? അങ്ങനെയുള്ളവർക്കും വഴിയുണ്ട്. അതായത് ഇവരുടെ മൂവബിൾ വസ്തുക്കൾ, അതായത് ഇവരുടെ പേരിൽ ഒരു വണ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ വിലപിടിപ്പുള്ള വല്ല വസ്തുക്കൾ ഇവരുടെ പേരിലുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അത് കോടതി വഴി അറ്റാച്ച് ചെയ്ത് വിറ്റ് നമുക്ക് കടത്തിലേക്ക് വസൂലാക്കാവുന്നതാണ്.